നിങ്ങളുടെ കൈവശമുള്ള ഏതൊരു പാട്ടും കരോക്കെ ട്രാക്കാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. സ്ഥിരമായിട്ട് പാട്ടൊക്കെ പാടുന്നവർക്കുള്ള ബുദ്ധിമുട്ടാണ് ചില പാട്ടുകളുടെ കരോക്കെ ട്രാക്ക് ലഭിക്കില്ല. അത്തരം സാഹചര്യത്തിൽ അതിൻ്റെ ഒറിജിനൽ പാട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായാൽ മതി. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അതിലെ പാട്ട് റിമൂവ് ചെയ്ത് മ്യൂസിക് മാത്രമാക്കി കരോക്കെയായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു ദിവസം ഒന്ന് മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്ത ദിവസമാണ് അടുത്ത പാട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്കിത് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഞാനൊരു ട്രിക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം. അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എത്ര പാട്ടുകൾ വേണമെങ്കിലും കരോക്കെ ട്രാക്കാക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് വന്നാൽ രണ്ട് ആപ്ലിക്കേഷൻ കാണാം. ആപ്ലിക്കേഷൻ ലിങ്ക് 1ഉം ആപ്ലിക്കേഷൻ ലിങ്ക് 2ഉം. രണ്ടിൻ്റെയും ഉപയോഗം ഒന്ന് തന്നെ എങ്കിലും വ്യത്യസ്ത കമ്പനികളുടെ ആപ്ലിക്കേഷനാണ്. ഒന്ന് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മറ്റൊന്ന് ഉപയോഗിക്കാൻ വേണ്ടി രണ്ടെണ്ണം കൊടുത്തതാണ്. ആദ്യത്തെ ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്തതെങ്കിൽ ഓപ്പൺ ചെയ്ത ഉടനെ പർച്ചേസിംഗ് ഓപ്ഷനാണ് വരിക. ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്. പർച്ചേസ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് എക്സിറ്റ് പോയാൽ മതി. പിന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഇടതുഭാഗത്ത് 1 എന്ന് കാണാം. അതായത് ഒരു ദിവസം നമുക്ക് ഒരു പാട്ട് മാത്രമേ കരോക്കെ ആക്കാൻ പറ്റൂ. അത് കൂടുതലാക്കണമെങ്കിൽ ഒരു ട്രിക്ക് ഉപയോഗിക്കണം. അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തി തരാം. ഇവിടെ ആദ്യം നിങ്ങൾ സെലക്ട് ഫയൽ എന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിയിൽ നിന്ന് ഏത് പാട്ടാണ് കരോക്കെ ആക്കേണ്ടത് അത് ജസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത പാട്ട് ആപ്ലിക്കേഷനിലേക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്പം അധിക സമയം കാത്തിരിക്കണം. അത് കൺവേർട്ട് ആകുന്നത് വരെ കാത്തിരിക്കുക. കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഇതുപോലെ മുകളിൽ ഇൻസ്ട്രുമെൻറ്റിലും താഴെ വോക്കലും എന്ന് പറഞ്ഞിട്ട് കിട്ടും. മുകളിലുള്ളത് കരോക്കെ ട്രാക്കാണ്. എനിക്കിപ്പോൾ പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല, കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. താഴെ അതിൻ്റെ ഓഡിയോ മാത്രം ഉണ്ടാവും, പാടുന്നത് മാത്രം താഴെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, കരോക്കെ ആണെങ്കിൽ ആദ്യത്തേതിൻ്റെ താഴെയുള്ള ഡൗൺലോഡ് ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കിത് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ലഭിക്കുന്നതാണ്. പിന്നെ ചില ഫോണുകളിൽ ഡൗൺലോഡ് ചെയ്ത് ലഭിക്കാത്തൊരു പ്രശ്നമുണ്ട് ഈ ആപ്ലിക്കേഷനിൽ. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത്. ഇനി ഒന്ന് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ 0 ആയിട്ട്. ഇനി നാളെ മാത്രമേ അതിൽ 1 വന്നിട്ട് നമുക്കൊന്നുകൂടി ഓഡിയോ ട്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഒന്നുകിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്യുക. ഡാറ്റ ക്ലിയർ ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും. പ്രസ് ചെയ്ത് പിടിച്ച ആപ്പ് ഇൻഫോയിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിലൂടെ ആപ്പ് മാനേജറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ്റെ ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഡാറ്റ ക്ലിയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. മുഴുവൻ ഡാറ്റയും ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ വീണ്ടും നിങ്ങൾക്ക് 1 എന്ന് വന്നിട്ടുണ്ടാവും. അതായത് വീണ്ടും ട്രാക്ക് നിർമ്മിക്കാൻ പറ്റും. ഇതുപോലെ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കരോക്കെ ട്രാക്ക് വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് നിർമ്മിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ ഞാൻ ഓൾറെഡി 2 എണ്ണം നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് കരോക്കെ. ഇനി നിങ്ങൾക്ക് കൂടുതൽ നിർമ്മിക്കണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിൽ നിന്ന് ഫയൽ ചൂസ് ചെയ്യാം. പിന്നെ ഈ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അതൊന്നും പറയുന്നില്ല. ഗാലറിയിൽ നിന്ന് ഏത് പാട്ടാണ് കരോക്കെ ആക്കേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇതുപോലൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് കാത്തിരിക്കുക. കൺവേർട്ട് ആകാൻ കുറച്ച് സമയം എടുക്കും. കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് മുകളിൽ ഒറിജിനൽ ഫയൽ, താഴെ ഓഡിയോ ട്രാക്ക് ആദ്യം ഉണ്ടാവും, കരോക്കെ താഴെ ഉണ്ടാവും. കരോക്കെ പ്ലേ ചെയ്ത് നോക്കാം. ഡൗൺലോഡിംഗ് ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ നിരവധി ഓപ്ഷൻ ഇതിനകത്തുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്ന് ചോദിക്കും. MP3 ആണ് ഏറ്റവും നല്ലത്. അതിലേക്ക് കൊടുത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആകും. പക്ഷേ ഫയൽ മാനേജറിൽ ഈ പാട്ടിൻ്റെ പേരായിരിക്കില്ല. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതുപോലെ പേരാണ് കാണിക്കുക. അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രശ്നം. നമ്മുടെ ഗാലറിയിലൊക്കെ സേവായി കിടക്കും, പക്ഷേ പാട്ടിൻ്റെ ഒറിജിനൽ പേരായിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്ത് റീനെയിം ചെയ്താൽ മതി. എങ്കിലാണല്ലോ നമുക്ക് പാട്ട് ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഈ 2 ആപ്ലിക്കേഷൻ. രണ്ടിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പാട്ടുപാടുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടും. ദയവായി അവർക്കായിട്ട് ഷെയർ ചെയ്തു കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.